കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റിലാട്ടോ ഞാനുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കിഡ്സ് പാർക്കും കൂടിയാണിത്. കുട്ടികൾക്ക് അടിച്ചു പൊളിക്കുക 40ലധികം റൈഡുകൾ ഇവിടെ ഉണ്ട്. മുതിർന്നവർക്കും 70 സെൻറ്റിമീറ്റർ ഹൈറ്റിന് മേലുള്ള കുട്ടികൾക്കും ഇവിടെ 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 70 സെൻറ്റിമീറ്റർ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും കൂടിയാണ്. ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാട്ടർ തീം പാർക്കും കൂടിയാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം കയറിയ കാണുന്നത് ബുൾഡോസർ പാർക്കാട്ടോ. കുട്ടികൾക്ക് JCB കൊണ്ട് മണ്ണെടുത്തൊക്കെ കളിക്കാൻ പറ്റും ഇതിൽ. എൻട്രി ടിക്കറ്റിൽ റൈഡൊന്നും ഇൻക്ലൂഡ് അല്ല കേട്ടോ. അതിന് നമ്മൾ ഓരോ റൈഡിനും സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണം. അതിന് 70 രൂപയാണ്. അതുകൊണ്ട് തന്നെ 600 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് എല്ലാ ഇലക്ട്രിക് റൈഡിലും കയറാൻ പറ്റും. 3 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ പല റൈഡുകളും എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. വിശാലമായ 10 ഏക്കറിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ നോക്കാൻ ഇവിടെ 200ലധികം സ്റ്റാഫുകളും ഉണ്ട്. പല നിറങ്ങളാൽ കളർഫുൾ ആട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്ക് ഇവിടെ പഠിച്ചുകൊണ്ട് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ട് ഉണ്ടെങ്കിലും ഇവിടെ ലിമിറ്റഡ് ഫുഡായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഓപ്പൺ തിയേറ്ററിലാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എന്താ പരിപാടിയെന്ന്. 4 മണിക്ക് ഇവിടെ ഒരു പ്രോഗ്രാം തുടങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ഇന്നിവിടെ കൂടുതലും സ്കൂൾ കുട്ടികളാട്ടോ ഉള്ളത്. അവർക്ക് ഇലക്ട്രിക് റൈഡിലൊക്കെ കയറാണ് എക്സ്ട്രാ പൈസ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് സ്പെഷ്യൽ പാക്കേജ് ആയിരിക്കും. ക്ലൈംബ് ചെയ്യാനും ജമ്പ് ചെയ്യാനൊക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ചെറിയ മക്കളാണെങ്കിൽ ഓല കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ടോയ്ലറ്റ് ഫെസിലിറ്റീസും പ്രെയർ റൂമും അതുപോലെ തന്നെ ടീ ഷോപ്പ്, ജ്യൂസ് സ്റ്റാള് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയാൽ വേറെ ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ഇവിടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ വാട്ടർ തീം പാർക്ക് അടുത്ത കൊല്ലം സ്റ്റാർട്ടാവുന്ന ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഇതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇലക്ട്രിക് റൈഡിലാണ് കേട്ടോ. മോനെ അതിൽ കയറണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഒന്ന് താഴെയും ബാക്കി 3 ഇലക്ട്രിക് റൈഡും മേലെയാണ് ഉള്ളത്. ഇതുപോലത്തെ ഒരുപാട് ഫാൻ ഇവിടെ കാണാൻ പറ്റും. ചൂട് സമയത്ത് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. മോന് ഇലക്ട്രിക് റൈഡിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഓലോട് പോയി ചോദിച്ചിട്ടോ. പക്ഷേ ഓല് സമ്മതിച്ചില്ല. 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾ മാത്രമേ ഇതിൽ കയറാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെ റിസ്കിൽ കയറ്റണം. എന്തെങ്കിലും പറ്റിയാൽ ഓല് ഉത്തരവാദിയല്ല. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്ക് ഇതിൽ കയറാനൊക്കെ പറ്റും ഇലക്ട്രിക് റൈഡിൽ. പക്ഷേ എക്സ്ട്രാ ടിക്കറ്റ് നമ്മൾ എടുക്കണം. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. 4 മണിക്ക് ഓപ്പൺ തിയേറ്ററിൽ പ്രോഗ്രാം തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഓല് കുട്ടികളോട് പറഞ്ഞു കേട്ടോ, വീട്ടിൽ പോയിട്ട് ഇത് അനുകരിക്കരുതെന്ന്. ബട്ടർഫ്ലൈ ഡാൻസ് കുഴപ്പമൊന്നുമില്ലേനും. പെണ്ണുള്ള പരിപാടി ആഫ്രിക്കക്കാരതേനും. ഇവരുടെ പരിപാടി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കുട്ടികളെ കയ്യിലെടുക്കുന്നുണ്ട്. പിന്നെ കാണികളിൽ നിന്ന് കുട്ടികളെ ഓല് വിളിച്ചു കേട്ടോ. ഒരു 6 കുട്ടികളെ എന്നിട്ട് ഓലെ കൊണ്ടിവൽ ഓരോന്ന് ചെയ്യിപ്പിച്ച്. വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കാട്ടോ ഇവിടെ പരിപാടി ഉണ്ടാകുക. വീക്കെൻഡിൽ ചില സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുന്നുണ്ട്. 2 കൊല്ലത്തിന് മേലെ കേട്ടോ ഈ പാർക്ക് ഇവിടെ സ്റ്റാർട്ടായിട്ട്. പക്ഷേ ഇപ്പം അടുത്താണ് ഈ പാർക്കിനെ പറ്റി അറിയുന്നത്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓല് ആഫ്രിക്കക്കാർക്ക് പോയിട്ട് കൈയൊക്കെ കൊടുത്തേക്ക്. പൊതുവേ എല്ലാം നല്ല പരിപാടിയാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഊഞ്ഞാലാടാൻ പോയിട്ടോ. ഇവിടെ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഊഞ്ഞാലാടാം. പല ആകൃതിയിലുള്ള ഊഞ്ഞാലിങ് സെറ്റിങ്സാണ് ഇവിടെ ഉള്ളത്.
മേ ബി അവൻ്റെ പാപ്പനും കൂടി ആടി. പിന്നെ മേ ബി കിടന്നാടി ഇരുന്നാടി. ഇവിടെ ഒരുപാട് ഗാർഡനിങ് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അത് രാത്രി വന്നാലാണ് അതിൻ്റെ കാണാൻ രസം. രാത്രി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. ഇവിടെ മിനി സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. വലിയവർക്കും ചെറിയവർക്കൊക്കെ ഉപയോഗിക്കാം. ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ഇവിടെ ഉള്ളത് അഡ്വഞ്ചറസ് ചലഞ്ചസ് ആട്ടോ. മോൻ ഇതിൽ കയറണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് ലാസ്റ്റ് സ്കൂൾ കുട്ടികളോട് മോനൊന്ന് നോക്കണേന്ന് പറഞ്ഞ് അവർ മോനെ വീഴാതെ താഴെ എത്തിച്ചെന്ന്. ചെറിയ മക്കളിൽ കയറുമ്പോൾ കാലിതിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ സൂക്ഷിക്കണം. മേ ബി അത് നോക്കിയൊക്കെ നടത്തിക്ക്. പിന്നെ ഓനെ നോക്കിയ കുട്ടികളോട് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങ് പോകുന്നു. ഒരു മലപ്പുറത്തുള്ള സ്കൂളിലെ കുട്ടികളാണ്. ഒരുപാട് ഹൈറ്റുള്ള അഡ്വഞ്ചറസ് ചലഞ്ചസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴെ ഫുള്ള് മാറ്റാണ്. അപ്പോൾ കുട്ടികൾ ചെറുതായിട്ട് വീണാൽ പോലും ഓൽക്കൊന്നും സംഭവിക്കുകയില്ല. ഫാമിലി ആയിട്ട് ഒരു ഉച്ചക്കേശമൊക്കെ വന്നാൽ വൈകിട്ട് പോവാം കേട്ടോ. നല്ല റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.